ഡോക്ടർ മൊഡ്യൂളായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത് ഡോക്ടറിൻ്റെ ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് ആ കറസ്പോണ്ടിങ് ഡോക്ടറിന് എത്ര അപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ ഈ ഡോക്ടറിന് നമ്മൾ 2 അപ്പോയിൻമെൻറ്റ്, ഈ ഡോക്ടറിനും മറ്റൊരു ഡോക്ടറിനുമാണ് നമ്മൾ ടോട്ടൽ 3 ബുക്കിങ്ങാണ് നമ്മൾ കൊടുത്തത്. അതിൽ 2, അതായത് അരുൺ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ 2 അപ്പോയിൻമെൻറ്റ്സാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് 3 ഡേയ്സ് അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കാണാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ആ ദിവസത്തെ അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ നിന്ന് നേരെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് കാണാം. അതുപോലെ തന്നെ ചെക്ക് ഇൻ എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ഈ ഇതിൽ നിന്ന് പേഷ്യൻസിന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് നോട്ടിഫിക്കേഷൻ പോകും. അതായത് ഡോക്ടർ ചെക്ക് ഇൻ ചെയ്തെന്ന് ഡോക്ടറിന് ഇവിടെ സോർട്ടിങ് ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻലി ഫസ്റ്റ് ഡാഷ്ബോർഡ് ടാബിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് അപ്രൂവ് ടാബാണ്. ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ്സ് അപ്രൂവ് ചെയ്യാൻ റിജക്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് എടുക്കാം. ഹിസ്റ്ററി, ഡോക്ടറിൻ്റെ ഹിസ്റ്ററി, ആ കറസ്പോണ്ടിങ് പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി കാണാൻ വേണ്ടി ഈ ഹിസ്റ്ററി ടാബ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റിൻ്റെ ഹിസ്റ്ററിയാണ് ഇത്. ഈ പേഷ്യൻ്റിനാകിയ ഒരു ഡീറ്റെയിൽ ഉണ്ട്, അത് മാത്രമാണ് ലിസ്റ്റ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്രൂവ് ടാബിൽ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റിന് ഒരു ടോക്കൺ ലഭിക്കുന്നതാണ്. ആ ടോക്കൺ അനുസരിച്ചായിരിക്കും അവർക്ക് കോൾ പോകുന്നത്. പേഷ്യൻസ് ഡാഷ്ബോർഡിൽ പേഷ്യൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ടാബാണ് കാണുന്നത്. ഡോക്ടറിന് തന്നെ റീഷെഡ്യൂൾ ചെയ്യാം അവരുടെ ഷെഡ്യൂൾസ്. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഹിസ്റ്ററി ടാബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡോക്ടർക്ക് വേണമെങ്കിൽ കൺസൾട്ടേഷൻ ടൈമിൽ തന്നെ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി കാണാനുള്ളൊരു ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഈ പേഷ്യൻസിൻ്റെ ടൈം ഡീറ്റെയിൽസ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് മെഡിസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മെഡിസിൻ ആഡ് ചെയ്തു, അതിൻ്റെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, അതിൻ്റെ ഡോസ് ആഡ് ചെയ്ത് കൊടുത്തു, അടുത്ത മെഡിസിൻ ആഡ് ചെയ്തു, അതിൻ്റെ ഡോസേജ് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഡോക്ടറിനെ ഏതെങ്കിലും ഒരു ഫാർമസിയിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. മെഡിപ്ലസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് റെഫർ ചെയ്യാൻ. അതുപോലെ തന്നെ ലാബ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ ആ ലാബിലേക്ക് ഡോക്ടറിനെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്നില്ലെങ്കിൽ പേഷ്യൻസിന് പിന്നെ മോഡിഫൈ ചെയ്യാം, പേഷ്യൻസിനെ മാറ്റാം. ഡോക്ടർ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കറസ്പോണ്ടിങ് ലാബിലേക്ക് അല്ലെങ്കിൽ ഈ ഫാർമസിയിലേക്ക് അവരുടെ ഡാഷ്ബോർഡിൽ ഈ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമുക്ക് സേവ് ആൻഡ് ക്ലോസ് ചെയ്യാം. ആ കൺസൾട്ടേഷൻ സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് ഡാഷ്ബോർഡിൽ അത് ലിസ്റ്റ് ആവില്ല. അത് പിന്നെ ഹിസ്റ്ററി ടാബിലായിരിക്കും വിസിബിൾ ആവുന്നത്. ഡോക്ടറിന് ഇന്ന് ചെയ്തേക്കുന്ന ഹിസ്റ്ററീസ്, അതുപോലെ തന്നെ പഴയ ദിവസങ്ങളിലുള്ള കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് കാണാനുള്ള ടാബാണ്. ഇവിടെ നമ്മൾ ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രം ഡേറ്റ് ടു ഡേറ്റ്. അതുപോലെ തന്നെ സോർട്ടിങ്ങിന് ഒരു ഫിൽട്രേഷൻ ഉണ്ട്. നമുക്ക് പേഷ്യൻറ്റിൻ്റെ നെയിം വെച്ച് ഫിൽട്ടർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ടാബ് എന്ന് പറയുന്നത് അക്കൗണ്ടാണ്. ഡോക്ടറുടെ ഡീറ്റെയിൽസ്, അവരുടെ സ്പെഷ്യാലിറ്റി, ക്വാളിഫിക്കേഷൻസ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തതാണ് പേഷ്യൻസിന് ആ ഡിസ്ക്രിപ്ഷൻ ടാബിൽ കാണുന്നത്. അതുപോലെ തന്നെ ഡോക്ടറിന് സെറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ കറൻ്റ്ലി ഡോക്ടറിൻ്റെ ലൊക്കേഷൻ ഇവിടെ സേവ് ആയി കൊടുക്കും. ഈ സെറ്റ് ലൊക്കേഷൻ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പേഷ്യൻസിൻ്റെ ലൊക്കേഷൻ ബൈ സെർച്ചിൽ അവർ വിസിബിൾ ആവുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഡോക്ടർ വേറൊരു സ്ഥലത്തേക്ക് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് സെറ്റ് ലൊക്കേഷൻ അടിക്കാം. അപ്പോൾ കറൻറ്റ് ലൊക്കേഷൻ ഡോക്ടറിൻ്റെ ചേഞ്ച് ആവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറിന് ടൈം സ്ലോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈം സ്ലോട്ട് ആഡ് ചെയ്യാൻ. അതുപോലെ ആ ടൈം സ്ലോട്ടിൽ ഹോളിഡേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതർവൈസ് ഒരു പ്ലസ് സൈൻ, ഒരു ടോഗിൾ സൈൻസ് ആൻഡ് ഡിലീറ്റ് സൈൻ ഉണ്ട്. പ്ലസ് സൈൻ ഫോർ പുതിയ ടൈം സ്ലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ടൈം സ്ലോട്ട് ചെയ്യും.
ടൈം ടൈം സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം കൊടുക്കാം. ഈ കൊടുക്കുന്ന സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഒരു 10 മിനിറ്റ് സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും പേഷ്യൻസിന് കാണാൻ പറ്റുന്നത്. ടൈം സ്ലോട്ട് സെലക്ട് ചെയ്തു. ഇത് നമുക്ക് ടോഗിൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ആക്റ്റീവ് ഇനാക്റ്റീവ് അതിന് വേണ്ടിയാണ് ഈ ടോഗിൾ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഞാൻ ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അത് പിന്നീട് ഒരു റെഡ് ആയിട്ട് കാണുക, അതായത് പേഷ്യൻസിന് ആ ടൈം സ്ലോട്ട് ഇനി വിസിബിൾ ആയിരിക്കില്ല അണ്ടിൽ അൺടോഗിൾഡ് ടോഗിൾ ചെയ്യുകയില്ല. അത് പേഷ്യൻസിന് ആ സ്ലോട്ട് വിസിബിൾ ആവും. അത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പേഷ്യൻസിനുള്ള ഡോക്ടറിനുള്ള ഒരു ഓപ്ഷനാണ് ഹോളിഡേ. ഡോക്ടറിന് ഹോളിഡേ എന്നൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ദിവസം അപ്പോയിൻമെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ആ ദിവസം കാണിക്കുന്നതല്ല പേഷ്യൻസിന്. ഇത്രയാണ് നമുക്ക് ഹോസ്പിറ്റൽ മൊഡ്യൂളിൽ വരുന്ന ഓപ്ഷൻസ്.